നമസ്കാരം. ഇറാനും അമേരിക്കയും തമ്മിൽ ശത്രുത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിമാനവാഹിനി കപ്പൽ ഇറാനിലേക്ക് നീങ്ങുന്നതിനൊപ്പം തന്നെ അമേരിക്ക യുദ്ധവിമാനങ്ങൾ വിന്യസിക്കുന്നു. കൂടാതെ മിഡിൽ ഈസ്റ്റിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതുമൂലം ഇറാനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് മിഡിൽ ഈസ്റ്റിൽ വലിയ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട്. ഇറാനിൽ നിലവിൽ ആഭ്യന്തര സംഘർഷങ്ങൾ നിറഞ്ഞ അവസ്ഥയിലാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്കെതിരെ അവിടുത്തെ പൊതുജനങ്ങൾ പ്രതിഷേധിക്കുകയാണ്. ഇറാനിലെ സാമ്പത്തിക പ്രതിസന്ധി കടുത്തതോടെയാണ് അവശ്യ വസ്തുക്കളുടെ വിലയിൽ വൻ വർധനവ് കാരണമായി. ഇതിനെ തുടർന്നാണ് ആയത്തുള്ള അലി ഖമേനിക്കെതിരെ പൊതുജനങ്ങൾ പ്രതിഷേധിക്കുന്നത്. ഇസ്രായേലും അമേരിക്കയും ഈ പ്രതിഷേധത്തിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇറാന്റെ കൊലവിളികൾക്കും ഭീഷണികൾക്കും ശക്തമായ മറുപടി നൽകിയേ മതിയാവൂ എന്ന തീരുമാനത്തിൽ അവസാനം ഇറങ്ങിയിരിക്കുകയാണ് അമേരിക്ക. ഇറാനിലേക്ക് അമേരിക്കയുടെ വലിയ കപ്പൽപ്പട നീങ്ങുന്നുണ്ട് എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ട്രംപ്. ഇറാനിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയായിരുന്നുവെന്നും ആവശ്യമെങ്കിൽ മാത്രമാണ് ഇറാനിൽ സൈനിക നടപടി ഉണ്ടാവുകയുള്ളൂ എന്നും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കപ്പൽപ്പട പശ്ചിമേഷ്യയിലെത്തും എന്നാണ് നിലവിലെ റിപ്പോർട്ട്. എന്തായാലും ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ ശക്തമായി തുടരുന്നതിനിടെ ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ നാവിക സന്നാഹം ഗൾഫ് മേഖലയിലേക്ക് നീങ്ങുന്നു എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. സൈനിക നടപടികൾക്ക് സാധ്യത കുറവാണ് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത്. എന്നാൽ ഇതിന് വിരുദ്ധമായാണ് ഇപ്പോഴത്തെ നീക്കം നടക്കുന്നത്. പ്രതിഷേധക്കാർക്ക് വധശിക്ഷ നൽകുന്നത് ഇറാൻ നിർത്തിയതായി അറിയിച്ചതിനെ തുടർന്നാണ് സൈനിക നീക്കം ഉണ്ടാകില്ല എന്ന ട്രംപ് നിലപാട് മയപ്പെടുത്തിയത്. ദക്ഷിണ ചൈന കടൽ അഭ്യാസങ്ങളിൽ നിന്നും USS എബ്രഹാം ലിങ്കൻ കാരിയർ സ്ട്രൈക്കർ ഗ്രൂപ്പിനെ മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടതായും കഴിഞ്ഞ ആഴ്ച US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് സ്ഥിരീകരിക്കുന്നതാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. ഏതായാലും ഞങ്ങൾ ഇറാനെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണ് എന്നും സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ നിന്നും തിരിച്ചെത്തുന്നതിനിടെ ട്രംപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. ഒരു വലിയ നാവിക സന്നാഹം ഇറാനിലേക്ക് നീങ്ങുന്നതായും ചിലപ്പോൾ ആ സന്നാഹത്തെ ഉപയോഗിക്കേണ്ടി വരില്ലെന്നുമാണ് ട്രംപ് പറഞ്ഞത്. പ്രതിഷേധക്കാരെ തൂക്കിലേറ്റുന്നത് തടയാൻ ഇറാനെതിരെ ബലം പ്രയോഗിക്കുമെന്ന തന്റെ ഭീഷണി 837 പേരെ തൂക്കിലേറ്റുന്നതിൽ നിന്നും തടഞ്ഞുവെന്നും ട്രംപ് ആവർത്തിക്കുന്നുണ്ട്. ഇറാനുമായുള്ള ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ബുധനാഴ്ച ഇറാൻ അധികൃതർ പ്രതിഷേധത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിട്ടിരുന്നു. അതായത് സമീപ ദിവസങ്ങളിൽ പ്രതിഷേധങ്ങൾ കുറവ് വന്നതായും ഇതിനോടകം തന്നെ റിപ്പോർട്ടുണ്ട്. 3117 പേർ ഈ പ്രതിഷേധത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്കുകളിൽ നിന്നും വ്യക്തമാക്കുന്നത്. എന്നാൽ യഥാർത്ഥ മരണസംഖ്യ ഇതിലും വളരെ കൂടുതലായിരിക്കുമെന്നും മനുഷ്യാവകാശ സംഘടനകൾ അവകാശപ്പെടുന്നുണ്ട്. ഗ്രീൻലാൻഡിന്റെ കാര്യത്തിൽ അമേരിക്ക ആഗ്രഹിക്കുന്നതെന്തും ചെയ്യാനാകുമെന്നാണ് ട്രംപിന്റെ അവകാശവാദം. പുതുതായി രൂപീകരിച്ച ബോർഡ് ഓഫ് പീസിന്റെ ചെയർമാനായി ആജീവനാന്തം സേവനമനുഷ്ഠിച്ചേക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ദാവോസിൽ നിന്നും വാഷിംഗ്ടണിലേക്ക് മടങ്ങവേ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു ട്രംപിന്റെ ഈ അവകാശവാദങ്ങളും. എന്തായാലും അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഗ്രീൻലാൻഡ് അത്യന്താപേക്ഷിതമാണ് എന്നും വടക്കേ അമേരിക്കയുടെ ഭാഗമാണ് ഈ ദ്വീപ് എന്നുമാണ് ട്രംപിന്റെ അവകാശം. രണ്ടാം ലോക യുദ്ധകാലത്ത് സേന ദ്വീപിലുണ്ടായിരുന്നു എന്നും ആണ് ഡെൻമാർക്കിന് ദ്വീപ് കൈമാറിയത്. ഡെൻമാർക്കിന് അതിന്റെ നന്ദിയില്ലെന്നുമാണ് ട്രംപ് ലോക സമാധാന ഫോറത്തിൽ സംസാരിക്കവേ ആക്ഷേപിച്ചത്.